ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജിമ ആകെ പെട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. കുഞ്ഞ് ശ്വാസമില്ലാതെ തൊട്ടിയിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അവസാനം അച്ഛനെ വിളിച്ചു. അജിത്ത് ചതിച്ചു എന്ന് മനസ്സിലായി മഞ്ജിമയ്ക്ക്. അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ കിച്ചണിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിന് അനക്കമില്ല എന്നും പറഞ്ഞുകൊണ്ട്, നീ ആ കൊച്ചിനെ കൊന്നോടി എന്നാണ് ആദ്യം രാമനാഥൻ ചോദിച്ചത്. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല, അച്ഛനാണ് സത്യം. ഞാൻ അവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ ഇതാണ്. നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് രാമനാഥൻ അലറിയിട്ടോ ഫോണിൽ കൂടെ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് വാ, എനിക്ക് തനിച്ചൊന്നും ചെയ്യാനാവില്ല എന്ന് അവളും പറഞ്ഞു. അങ്ങനെ മഞ്ജിമ ഹോസ്പിറ്റലിലെത്തി സിസ്റ്റേഴ്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിനെ രക്ഷിക്കണം, ഡോക്ടർ ഇഷിതയുടെ കുഞ്ഞാണെന്നൊക്കെ. അപ്പോഴേക്കും ഡോക്ടർ ദേവിക ഓടി വന്നു കേട്ടോ. ഇഷിതയുടെ കുഞ്ഞോ? പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഇത് എന്താ സംഭവം, നിങ്ങൾ മഹേഷിൻ്റെ സഹോദരിയല്ലേ എന്നൊക്കെ ദേവിക ചോദിക്കുന്നുണ്ട്. അതെ എന്നും മഞ്ജിമ പറഞ്ഞു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജിത്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മഞ്ജിമ എന്ത് ചെയ്തിരിക്കാം? ആ കൊച്ചിനെ പോലീസുകാർ വരെ ഇപ്പോൾ വന്ന് കാണില്ലേ കൊച്ചിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ആരാന്നറിയാനായിട്ട്. എന്തായാലും അവിടെ വന്ന് ആ കുഞ്ഞിനോട് അങ്ങനെ ചെയ്തയാളെ മഞ്ജിമയ്ക്ക് അറിയാം. പക്ഷെ അത് ഇനി മഞ്ജിമയ്ക്ക് പറയാൻ പറ്റുമോ? മഞ്ജിമ അത് കണ്ടുകൊണ്ട് നിന്നൂർന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതും പറ്റത്തില്ല. അപ്പോൾ മഞ്ജിമ എന്ത് പറയുമായിരിക്കും? മഞ്ജിമ കള്ളിയാ, അപ്പോൾ വല്ല കിച്ചണിലേക്ക് പോയിന്നോ അങ്ങനെ വല്ലതും പറയുമായിരിക്കും. എന്തായാലും CCTV ഓഫ് ചെയ്തത് നന്നായി. പക്ഷേ അതുകൊണ്ട് ഗുണം കിട്ടിയത് അയാൾക്കാണ്. അയാൾ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇനി ഇമ്മാതിരി പരിപാടികൾക്ക് ഫ്ലാറ്റിലേക്കുള്ള പോക്ക് വേണ്ട എന്നൊക്കെ അജിത്ത് ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് കോള് വരുന്നത് മഞ്ജിമയുടെ. അവൾ വിളിക്കുവാണല്ലോ. എങ്ങനെയാണ് എടുക്കുന്നത്? കുഞ്ഞ് മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ കോളെടുത്തപടി മഞ്ജിമയുടെ ചതിയാ, നീ കുറച്ച് ആണത്തം കാണിക്കുന്നു ഞാൻ കരുതി, നീ ഇങ്ങനെ നട്ടലില്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല. അജിത്തിൻ്റെയും തനി സ്വഭാവം പുറത്തു വന്നു. എടി പുല്ലേ, എൻ്റെ ആണത്തം നിനക്ക് മനസ്സിലായതല്ലേടി? ഞാനെന്തിനാടി നിൻ്റെ വീട്ടിലെ വള്ളി കേസ് ഏറ്റുപിടിക്കുന്നത്? നിൻ്റെ കൂടെ മുന്നിൽ വെച്ചല്ലേടാ അയാൾ ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. എൻ്റെ വായി നീ പൊത്തിപ്പിടിച്ചില്ലേ? അവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അത് നീ പറ എന്ന് അജിത്ത് പറഞ്ഞു. കുഞ്ഞിനെയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാ, എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് പറയുന്നു എനിക്കറിയില്ല. മഹേഷിനും ഇഷിതയ്ക്കും മുമ്പേ എന്നെ വിശ്വാസമില്ല. നീ എന്നോട് ചാടിയിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ നിനക്ക് തടിയൂരാനായിട്ട് പറ്റും. ഒന്നാമത്, അവിടെ വന്നവൻ നിന്നെയോ എന്നെയോ കണ്ടിട്ടില്ല. നീ പറയേണ്ടത്, കുഞ്ഞുറങ്ങുമ്പോൾ നീ കിച്ചണിലോ ബാത്റൂമിലോ വല്ലോ ആയിരുന്നു. നീ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്നു. അതാണ് സംഭവിച്ചത്. അയാളാണ് അത് ചെയ്തതെന്ന് നീ പറഞ്ഞാൽ നീ എന്തിനത് നോക്കി നിന്നു എന്ന ചോദ്യം വരും. ഇനി സത്യം പറയാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നീ നാറും. എനിക്ക് സാക്ഷി പറയാൻ പറ്റില്ല. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ കരുതിയില്ലല്ലോ. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഏത് നേരത്താണോ എനിക്ക് തെറ്റ് ചെയ്യാൻ തോന്നിയത്? പോലീസ് ചോദിച്ചാൽ എനിക്ക് അയാളുടെ പേര് പറയേണ്ടി വരും. പോലീസിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എടി, ഇത്രയും നേരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ അയാളെ കണ്ടത് പറഞ്ഞാൽ മറ്റൊരുത്തിൻ്റെ കൂടെ കട്ടിലടിയിലായിരുന്നു നീ ഇന്നും കൂടി പറയേണ്ടി വരും. അപ്പോഴേക്കും മഞ്ജിമ പറഞ്ഞു, ഞാൻ പറയും. എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നോട് ഞാൻ അടുത്തത് എനിക്കൊരു ജീവിതം കിട്ടുന്ന മോഹിച്ചിട്ടാണ്. നീ അങ്ങനെ ഒരുത്തനല്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ ഏതവസ്ഥയിലും നിൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്നെ അവളെ തള്ളിക്കളഞ്ഞിട്ട് പോവില്ലായിരുന്നു. നീ എന്ത് കരുതിയാലും എനിക്കെന്താ? ഞാനൊരു ക്രൈമും ചെയ്തിട്ടില്ല. നീ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞ് ആരുമില്ലാത്ത നേരം നോക്കി ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ അങ്ങനെയൊക്കെ പോകുന്ന ആളാണ് എന്ന് പോലീസിനോട് സമ്മതിച്ചാൽ പോരെ? എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ എന്തും പറയും. നീ തന്നെയാണ് CCTV ക്യാമറ ഓഫ് ചെയ്തതും എന്നെ അകത്ത് കയറ്റിയതും. അതൊരു ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. അകത്ത് കയറിയപ്പോൾ ആര് വന്നു? നീ എന്നെ കട്ടിലടി കയറ്റി നീ കൂടെ കയറി. ഇപ്പം എന്താ കുഴപ്പം? വന്നവൻ പോയപ്പോൾ ഞാൻ എൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ. ഇത്രയാണ് നടന്നത്. എടാ വഞ്ചക എന്ന് മഞ്ജിമ വിളിച്ചു. ഞാൻ പറഞ്ഞതുപോലെ പോലീസുകാരോടും വീട്ടുകാരോടും പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മുഖം രക്ഷിക്കാം. കുഞ്ഞ് രക്ഷപ്പെടാൻ പോണില്ല. അമ്മാതിരി വിഷം അവൻ ആ കുഞ്ഞിൻ്റെ മുഖത്തടിച്ചത്. നീ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാരെ എന്നെക്കൂടി ഇതിൽ പിടിച്ചിട്ട കൂടുതൽ നാറാൻ പോകുന്നത് ഞാനല്ല, നീ തന്നെയാണ്. നീയുമായിട്ട് ഇനി ഒരട്ടപ്പാടിനും ഞാനില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അജിത്ത് ആ വഴിക്ക് പോകാറില്ല. നിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഫോണിലേക്ക് ഇനി വിളിച്ചേക്കരുത് എന്നും പറഞ്ഞ അജിത്ത് കോള് കട്ട് ചെയ്തു കേട്ടോ. മഞ്ജിമ ആകെ തകർന്ന അവസ്ഥയിലാണ്.
ഇങ്ങനൊരു ശിക്ഷ എനിക്ക് എന്തിനു തന്നു ദൈവമേ എന്നാണ് മഞ്ജിമ ചോദിക്കുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ ഡോക്ടർ ദേവിക കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്യാണ്. മഞ്ജിമ ആകെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. ആ മഹേഷും ഇഷിതയും മക്കളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. നീ എൻ്റെ കുഞ്ഞിനെ എന്താ ചെയ്തേ പറ എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് ഒച്ച വയ്ക്കുകയാണ്. ഇഷിത നേരെ അകത്തേക്ക് കുഞ്ഞിനെ കാണാനായിട്ട് കയറിപ്പോവാണ് ഐസിയുവിനകത്തേക്ക്. മോളെ, അമ്മയ്ക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, നീ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇഷിത കുഞ്ഞിനെ തട്ടി തലോടിക്കൊണ്ട് കരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മഹേഷും അകത്തേക്ക് കയറിപ്പോയി. മഞ്ജിമയും പിള്ളേരും തന്നെയായിട്ടോ. ചിപ്പിമോളും ആദ്യം ദേഷ്യത്തോടെയാണ് മഞ്ജിമ ഇങ്ങനെ നോക്കുന്നത്. മക്കളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടും അപ്പയൊന്നും ചെയ്തിട്ടില്ല. ആദ്യം ചോദിച്ചു, ഞങ്ങളുടെ കുഞ്ഞാവെ എന്താ ചെയ്തേ? വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ചിപ്പിയും ചോദിക്കുക കേട്ടോ. ദുഷ്ടത്തി, എൻ്റെ കുഞ്ഞാവെ നിങ്ങൾ കൊല്ലാൻ നോക്കിയല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചിപ്പി മഞ്ജിമയെ തല്ലാണ്. അപ്പോഴേക്കും ആദ്യ പിടിച്ചു മാറ്റി. മഞ്ജിമയാണെ കരച്ചിലോട് കരച്ചിൽ. ഞാൻ എന്ത് പറഞ്ഞാൽ ഈ മക്കളെ വിശ്വസിപ്പിക്കുക? ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല മക്കളെ, അനങ്ങുന്നില്ല, വേറൊന്നും എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് മഞ്ജിമ കരച്ചിലാണ്. അത് ഒരുപക്ഷെ സത്യമാണ് എന്ന് ആദിക്ക് തോന്നി. ആദ്യ ചിപ്പിമോളെയും പിടിച്ച് മാറ്റി ഇരുത്തിക്കൊണ്ടുപോയി. രണ്ടുപേരും കൂടി അവിടെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മഹേഷ് ഇറങ്ങി വന്നു. മഹേഷ് ഇഷിതയുടെ അരികിലേക്ക് ചെന്നു, കുഞ്ഞിൻ്റെ അരികിലേക്ക്. മഹേഷ് ഇഷിതയെ സമാധാനിപ്പിക്കുക. ഇഷിത, എൻ്റെ കുഞ്ഞിനെ മറന്ന് സന്തോഷിക്കാൻ പോയതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ? എനിക്ക് എങ്ങനെ മനസ്സ് വന്നു എൻ്റെ കുഞ്ഞിനെ വിട്ടു പോകാനായിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഇഷിത. ഡോക്ടർ ദേവിക പറഞ്ഞു, ഇഷിത തളർന്നു പോവരുത്, കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുന്നതിൽ നിന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇഷിതയ്ക്ക് കഴിയും കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്, ഇഷിതയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം വല്ലതും ആയിരുന്നോ എന്ന് മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ മുഖത്ത് ആരോ കീടനാശിനിയോ അങ്ങനെ എന്തോ സാധനം സ്പ്രേ ചെയ്തു. കുഞ്ഞിപ്പോഴും ജീവൻ നിലനിർത്തുന്ന നിലയ്ക്ക് രക്ഷിക്കാനായിട്ട് പറ്റും, നമ്മുടെ പ്രതീക്ഷയാണത്. ആരാ ഇത് ചെയ്തത്? മഞ്ജിമയാണോ? അതൊക്കെ കണ്ടെത്തുന്നത് പിന്നീടല്ലേ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണ്ടേ? കുഞ്ഞാവയുടെ അമ്മയല്ലേ? നിൻ്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ ജീവൻ തട്ടിയെടുക്കാനായിട്ട് ആർക്കും പറ്റില്ല, നീ രക്ഷിക്കതിനെ എന്ന് പറഞ്ഞു മഹേഷ്. മഹേഷിൻ്റെ പെങ്ങളൊക്കെ ശരി തന്നെയാണ്. അതെ, അവൾ രക്ഷപ്പെട്ടു പോവരുത്, സംഭവിച്ചതൊക്കെ അവൾക്കറിയാം. മഞ്ജിമയെ വെറുതെ വിടരുത്, ഞങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും ഇഷിത കുഞ്ഞിനെ നോക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കുഞ്ഞാവയ്ക്ക് എന്താ ആദ്യമായിട്ടാണ് പറ്റിയത് എന്ന് ചോദിച്ച് ചിപ്പി മോൾ പുറത്തിങ്ങനെ ഇരിക്കുക. നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതല്ല, നമ്മുടെ കുഞ്ഞാവയെ ദൈവം നമുക്ക് തിരിച്ചു തരും. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞാവയെ തിരിച്ചു തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിയും ആദ്യം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാ വഴിപാടും നടത്തിക്കോളാം, ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരണേ. ഇഷിതാമ്മ വന്നില്ലേ, കുഞ്ഞിനെ ഇഷിതാമ്മ രക്ഷിച്ചോളൂ, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് ചിപ്പിമോളോട് ആദ്യം പറഞ്ഞ് സമാധാനിപ്പിക്കുക. മഹേഷ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാവയെ കണ്ടോ? കുഞ്ഞാവ കണ്ണ് തുറന്നോ? ഇല്ല മക്കളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം അല്ലാതെ മറ്റാരും ഇല്ല നമ്മുടെ മുന്നിൽ. ആദി, ചിപ്പിമോളെയും കൂട്ടി അവിടെ പോയിരിക്കുക, എനിക്ക് കുഞ്ഞാവയെ കാണണം എന്നും പറഞ്ഞ് ചിപ്പി. ഡാഡി പറയുന്ന അനുസരിക്ക്, ചെല്ല അവിടെ പോയിരിക്കുക. അതിനുശേഷം മഞ്ജിമയ്ക്ക് അരികിലേക്കാണ് മഹേഷ് വന്നത്. നീ ഒരു സ്ത്രീ തന്നെ ആണോടി എന്ന് മഹേഷ് ചോദിച്ചു. പിഞ്ചു കുഞ്ഞിന് നേരെ ഇങ്ങനെ കൈകൾ കൊണ്ട് ചെല്ലാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? എൻ്റെ മുഖമെങ്കിലും നീ ഒന്ന് ഓർക്കാതെ പോയല്ലോ. നിനക്ക് ഞാൻ ആരും അല്ലെങ്കിലും 3 നേരം ഉണ്ടുറങ്ങാൻ സൗകര്യം ചെയ്ത് തന്നില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ലടാ. ദേ, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയും നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? നീയും കുഞ്ഞും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് നീ അല്ലാതെ പിന്നെ ആരടി പറയേണ്ടത്? പറയടി, നീ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് കൊല്ലാനായിട്ട് നോക്കിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. കുഞ്ഞിൻ്റെ മുഖത്ത് കീടങ്ങളെ കൊല്ലുന്ന സ്പ്രേ അടിച്ചത് നീയല്ലേ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുക. ഇത് കേട്ട് ആദ്യം ചിപ്പിയും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക. എൻ്റെ കുഞ്ഞിന് പാറ്റയുടെയും പല്ലിയുടെയും വിലയെ നീ കണ്ടുള്ളൂ അല്ലേടി, ഇനി നീ ജീവിച്ചിരിക്കേണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇവളുടെ കഴുത്തെ പിടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ. മക്കൾ ഓടി വന്ന് മഹേഷിനെ തടഞ്ഞു. എന്താ ഡാഡി കാണിക്കുന്നത് എന്നും പറഞ്ഞ് പിടിച്ച് മാറ്റാണ് കേട്ടോ. നാട്ടുകാരും വന്നു പിടിച്ച് മാറ്റാനൊക്കെ ആയിട്ട്. സാർ, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നും പറഞ്ഞിട്ടൊരു സിസ്റ്ററും വന്നു. കുഞ്ഞിനെ ഞാനൊന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നതാ കണ്ടത്. സത്യം ഞാൻ പറയണത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് മഞ്ജിമ കൈയും കൂപ്പി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്.
ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ നല്ലതുപോലെ കരയുന്നുണ്ട് കേട്ടോ. ഇഷിതയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കരച്ചിൽ. ഡോക്ടർ ദേവിക വന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇഷിത ഇത്, കുഞ്ഞിപ്പോ മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലല്ലോ ഡോക്ടർ എന്നും പറഞ്ഞ് ഇഷിത കരച്ചില്ല. എന്തായാലും ഉള്ളിൽ ഒരുപാട് ശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഏത് പോയിസണോ ഉപയോഗിച്ചത് എന്ന് ഉടൻ അറിയണം. പിന്നെ കാണിക്കുന്നത് അജിത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പെട്ടിയും കിടക്കയെടുത്ത് മലപ്പുറത്തേക്ക് പോകാനായിട്ട്. ഇവനിങ്ങനെ സ്ഥിരമായിട്ടൊരു സ്ഥലമൊന്നുമില്ലല്ലോ. ആ സമയത്താണ് മഞ്ജിമ വിളിക്കുന്നത്. എന്താ മഞ്ജിമേ, കുഞ്ഞു മരിച്ചോ എന്നിങ്ങനെ ചോദിക്കുക. ഇല്ല, അറിയില്ല, എനിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റുന്നില്ല, ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അതാ നല്ലത്, എനിക്ക് തടിയൂരാലോ എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് അജിത്ത്. ഇവിടെ ആകെ പ്രശ്നം. മഹേഷിന് എന്നെയാ സംശയം. ഏത് നിമിഷവും മഹേഷ് എന്നെ ആക്രമിക്കും. അമ്മ ഇവിടെ വന്നതും ബോധം കെട്ട് വീണു. BP താന്ന അമ്മ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെ സ്വാഭാവികമല്ലേ? പോലീസ് വന്നോ? ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല, പക്ഷെ വരും. പോലീസിനോട് എന്ത് പറയണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എടി, അവിടെ വന്നവന് നിനക്കറിയത്തില്ലേ? എന്താ അവൻ്റെ പേര്? അത് ആകാശ് മേനോൻ. അവനെന്തിനാ ഇത്രയും പക? മഹേഷിൻ്റെ ശത്രുവാണ്. മഹേഷിൻ്റെ ആദ്യ ഭാര്യ അവൻ്റെ കൂടെയാ. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തതാ? നിൻ്റെ അനിയനും കുടുംബവും സ്ഥലത്തില്ലാന്നറിയാം. അച്ഛനും അമ്മയും പുറത്തു പോയ വിവരം അറിയാം. മഞ്ജിമേ, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. നമ്മളെ കണ്ടെങ്കിൽ അവൻ നമ്മളെയും കൂടെ കൊന്നേനെ. എന്നാലും വേണ്ടില്ല, കുഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത്? എനിക്ക് തീരെ സമയമില്ല, ഞാനൊരു യാത്ര പോകാൻ തുടങ്ങുക. അപ്പം നീ സ്ഥലം വിടാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? ഞാനതിന് പേടിച്ചോടണം? എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയായിരുന്നു. പിന്നെ പറയാമെന്ന് കരുതി. ആ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് കരുതിയോ? നീ പേടിച്ച് സ്ഥലം വിടാൻ പോവല്ലേടാ? നീ എങ്ങനെ കരുതിയാലും എനിക്കൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇപ്പം നിൻ്റെ കോൾ എടുത്തത് ഞാൻ പോവാന്ന കാര്യം നിന്നോട് പറയാനാ. ഓക്കെ, എല്ലാം ഞാൻ ചെയ്തോളാം. തെറ്റുകാരി ഞാൻ തന്നെയാണല്ലോ. നീ ഇത്രയും കരുണയില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയി. നീ പ്രണയം നടിച്ചടുത്ത് കൂടിയപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിച്ച എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതൊരു ട്രാപ്പാണെന്നേ ഞാൻ അറിയാതെ പോയി. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചപ്പോൾ എൻ്റെ ജീവിതം മാത്രം എങ്ങും എത്താതെ പോയി. ഭർത്താവായിട്ട് വീട്ടുകാർ കണ്ടെത്തിയവൻ ഒരു ഫ്രോഡായിരുന്നു. എന്നിട്ട് ഞാൻ അയാളെ സ്നേഹിച്ചു. അയാളുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നു. ഭർത്താവ് മോശക്കാരനായാൽ അതിൻ്റെ പഴി കേൾക്കേണ്ടത് ആരാ? വിവാഹം നടത്തി തന്നവരൊക്കെ കൈയൊഴിഞ്ഞു. ഒരു ജീവിതം എന്തെങ്കിലും ഉണ്ടാകുമെന്ന് മോഹിച്ചു. ഞാൻ ഒരാളെ സ്നേഹിച്ചു. ഒരിക്കലും ഒരു രക്ഷപ്പെടൽ എനിക്കില്ല. മനസ്സ് മാത്രമല്ല, ശരീരവും ഞാൻ കളങ്കപ്പെടുത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഞ്ജിമക്കറിയാം, ഇനി ജീവിക്കാനുള്ള അർഹത എനിക്കില്ല. നീ പൊക്കോ. എന്നെപ്പോലെ കഴിയുന്ന സ്ത്രീകൾ നിൻ്റെ വലയിൽ വീഴാൽ ഇനിയും ഉണ്ടാകും. നിനക്ക് തരാനുള്ളത് കാലം തരൂടാ എന്നൊക്കെ പറയാണ്. ഇനി എൻ്റെ കൺമുമ്പിൽ നിന്നെ കണ്ട നിൻ്റെ ചെകിട്ടടിച്ച് ഞാൻ തകർക്കും, കോർക്കിച്ച് ഞാൻ തുപ്പും. എന്തായാലും ഡോക്ടർ ദേവിക വന്നിട്ട് ഏത് പോയിസണാണ് കൊച്ചിൻ്റെ മുഖത്തടിച്ചത് അല്ലെങ്കിൽ കീടനാശിനി അടിച്ച കാര്യം ഇങ്ങനെ പറയാണ് കേട്ടോ. എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പെട്ടെന്ന് തോന്നിയൊരു വൈരാഗ്യം അല്ല, ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് തന്നെയാണ് എന്ന് ഇഷിത ഇങ്ങനെ പറയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിനകത്ത് ആദ്യം വന്നിട്ട് മഹേഷിനോട് പറയുക, ആരാ ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണ്ടേ? കുഞ്ഞാവ രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ, നമ്മൾ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പോലീസുകാരും വന്നു. ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറ എന്ന് മഞ്ജിമയോട് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ആകാശം അവിടെ എത്തുന്നുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതേ ഈ ആദിയ എന്ന് പറഞ്ഞു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.